ഞാൻ ആ ഫസ്റ്റ് അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ആ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇദ്ദേഹം നമ്മുടെ എല്ലാവരുടെയും വോയിസ് ആയിട്ട് സംസാരിച്ചു. കാരണം ഇങ്ങനെ ഇത്രയധികം രാജ്യങ്ങൾ കണ്ടു നടന്ന് അത് കാണുക എന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മുടെ ഈ ഡിജിറ്റൽ മീഡിയയിൽ നമുക്ക് ഇന്നൊരു മൊബൈൽ ഫോണും കൊണ്ടുപോയി എടുക്കാം. ഇത് നല്ല വെയിറ്റുള്ള ക്യാമറയും തൂക്കി പോയി ചെന്ന് ഓരോ സ്ഥലത്തെയും കാര്യങ്ങൾ കണ്ടു എന്ന് മാത്രമല്ല, അത് നമ്മളിലേക്ക് പകർന്നു തരികയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇന്നും സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇതിനു മുമ്പുള്ള ടെലിവിഷൻ ഇറയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് ദ റൈറ്റ് പേഴ്സൺ ടു ബി റിസീവിംഗ് ദ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അമൃത ടെലിവിഷൻ നൽകുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് നൽകി നമ്മൾ ആദ്യം ആദരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. വീഡിയോ നമ്മളറിയാത്ത നമ്മുടെ ലോകത്തെ നമ്മളിലേക്ക് എത്തിച്ച കേരളം കണ്ട ഏറ്റവും വലിയ സഞ്ചാരി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. മലയാളികൾക്ക് ലോകത്തെ ഡിജിറ്റലായി കാണിച്ചു തന്ന കാഴ്ചയുടെ മാന്ത്രികൻ. യാത്രാ വിവരണത്തിന്റെ ദൃശ്യസാധ്യത മലയാളികളുടെ മനസ്സിൽ പോലുമില്ലാതിരുന്ന 1997 കാലത്ത് ലോകത്തിന്റെ മാപ്പിലൂടെ ഒറ്റയ്ക്ക് പുതുവഴി വെട്ടി ദൃശ്യമാധ്യമ ചരിത്രത്തിൽ സഞ്ചാരം എന്ന വാക്കിന്റെ മറുപേരായി മാറിയ സഞ്ചാര വിപ്ലവകാരിയായ മാധ്യമ പ്രവർത്തകൻ. അഡ്വഞ്ചറസ് സ്റ്റോറി ടെല്ലർ, ടെലിവിഷൻ പ്രൊഡ്യൂസർ, സംവിധായകൻ, എഡിറ്റർ, ബ്രോഡ്കാസ്റ്റർ, എഴുത്തുകാരൻ, പബ്ലിഷർ, ലേബർ ഇന്ത്യ പബ്ലിക്കേഷൻസിന്റെയും സഫാരി ടിവിയുടെയും മാനേജിംഗ് ഡയറക്ടർ തുടങ്ങി SGK എന്ന വിളിപ്പേരിനെ അലങ്കരിക്കുന്ന വിശേഷണങ്ങൾ അനവധിയാണ്. 2012 മികച്ച യാത്രാ വിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, മികച്ച ടെലിവിഷൻ പ്രോഗ്രാം സംവിധായകനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, KR നാരായണൻ അവാർഡ്, നാഷണൽ ഫിലിം അക്കാദമി അവാർഡ് തുടങ്ങി മേന്മയേറിയ നിരവധി അംഗീകാരങ്ങൾ. സന്തോഷ് ജോർജ് കുളങ്ങര ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ ബഹിരാകാശ ടൂറിസ്റ്റ് ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. യാത്രകളെ അറിവും അനുഭവവുമാക്കുന്ന അവതരണ ശൈലിയിലൂടെ കണ്ടന്റ് ക്രിയേഷന് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നൽകിയ പയനിയർ, കാലത്തിന് മുന്നേ നടന്ന് ജനറേഷൻ ഗ്യാപ്പില്ലാതെ ഇഷ്ടം നേടിയ നമ്മുടെ നാടിന്റെ വികസനത്തിന് ആഗോള കാഴ്ചപ്പാടുകൾ സമ്മാനിച്ച വിഷണറി. കഴിഞ്ഞ 28 വർഷങ്ങളായി ദൃശ്യമാധ്യമ മേഖലയ്ക്ക് നൽകുന്ന പകരം വയ്ക്കാനില്ലാത്ത സംഭാവനകൾക്ക് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അമൃത TV സമ്മാനിക്കുന്നു അമൃത TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2025. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് നൽകി ആദരിക്കുന്നു ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒരു പൊന്നാട അണിയിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു. And of course, the cash check from Amrita TV director Sri Mahadevaya. Congratulations sir, congratulations. ഇത് വളരെ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ്. കാരണം ഈ വേദി വളരെ സമ്പന്നമാണ് പ്രതിഭകളെ കൊണ്ട്. ഞാൻ ആദ്യമായിട്ട് അമൃത TVക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം കേരളത്തിൽ കണ്ണുനീർ പരമ്പരകൾ അരങ്ങുവാണിരുന്നൊരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വ്യത്യസ്തമായ ചില പരിപാടികളുമായി 2005 പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോകളുടെ തുടക്കം അമൃതയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ടെലിവിഷൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. 93 മുതൽ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഈ ടെലിവിഷനിൽ വരുന്ന മാറ്റങ്ങൾ, ലോകത്തെന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൽ ആ മാറ്റത്തിന് തുടക്കമിട്ട ഒരു ചാനൽ എന്ന നിലയിൽ അമൃത കൊണ്ടുവന്ന ആ വിപ്ലവം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ സഫാരി എന്നൊരു ചാനൽ സ്വപ്നം കാണുമ്പോൾ വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും കേരളം സ്വീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു മാതൃക ശരിക്കും അമൃത തന്നെയായിരുന്നു. ഞാൻ ലോകം കണ്ടു അല്ലെങ്കിൽ ഒത്തിരി രാജ്യങ്ങളുടെ യാത്ര ചെയ്തു എന്ന് ആളുകൾ പറയുമ്പോഴും ഞാൻ സ്വയം അഭിമാനിക്കുന്ന ഒരു കാര്യം,
ഈ കേരളത്തിൽ ഏറ്റവും അധികം ടെലിവിഷൻ ചാനലുകൾ കണ്ടിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ ഏത് രാജ്യത്ത് പോയാലും, ആ രാജ്യത്ത് ഏത് സ്റ്റേറ്റിലേക്ക്, ഏത് പ്രൊവിൻസിലേക്ക് പോയാലും, രാത്രി ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എൻ്റെ ജോലി ആ ഹോട്ടൽ മുറിയിലെ ടെലിവിഷനിൽ ആ നാട്ടിലുള്ള പ്രാദേശിക ചാനൽ വരെയുള്ള ചാനലുകളെ കാണുക, പറ്റുമെങ്കിൽ പുലർച്ചയോളം കാണുക, അവരുടെ ടെക്നോളജി എന്താണെന്ന് പഠിക്കുക, അവർ ചെയ്യുന്ന പരിപാടികൾ എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യുക, അതെങ്ങനെയാണ് നമ്മുടെ നാടിന് ഗുണമുള്ള ആശയങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്ന് ചിന്തിക്കുക. അതിലൊപ്പം ചിന്തിക്കും, ട്രാവലിൻ്റെ ഒരു ചാനൽ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, അവരെന്തെങ്കിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ. അപ്പോൾ ഈ ആശയങ്ങൾ കൊണ്ടുവന്ന അമൃതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് എന്നെ ഈ സ്നേഹപൂർവ്വം ആദരിക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് അവാർഡ് തന്നയാളെക്കുറിച്ചും രണ്ടു വാക്ക് പറയാതെ തരവില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളും ഞാനും ഒക്കെ കണ്ട ഒരു അഭിമുഖ പരിപാടിയുണ്ട്. നാളത്തെ കേരളം എന്തായിരിക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യൻ്റെ ചിന്തകൾ. നമുക്കറിയാം, അത്തരം ചിന്തകൾ കേൾക്കാനില്ലാത്ത ഒരു കാലത്ത് ജീവിക്കുന്ന നമ്മൾ, രാഷ്ട്രീയ മെയ്വഴക്കത്തിൻ്റെയും അഭ്യാസത്തിൻ്റെയും മാത്രം വാചക കസർത്തുകൾ കേൾക്കുന്ന ഒരു കാലത്ത് ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായ വീക്ഷണമുള്ള ഒരു ആളെ, ഒരു നേതാവിനെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആദരവ് അദ്ദേഹത്തോട് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല. ആ ആദരവ് ഞാനിവിടെ വെച്ച് അങ്ങേ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ ഏതെങ്കിലും ഒരു ഭരണാധികാരി നാളെ കേരളത്തിൽ നടപ്പാക്കിയാൽ കേരളം നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, ഞാൻ സഞ്ചാരത്തിലൂടെ കാണിച്ച് ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞ, കഴിഞ്ഞ 27 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കേരളമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നടപ്പാക്കാൻ നമ്മുടെ വരുന്ന ഭരണാധികാരികൾക്ക് കഴിയട്ടെ, അത്തരം ആശയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. സാർ, നിർത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യാത്രകൾ. സതീശൻ സാറ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരുപാട് യാത്രകൾ ചെയ്ത് പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമല്ലോ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പറയുമ്പോൾ ഒരു സ്ഥലം കാണാൻ പോകണം എന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ, ലോകത്തെ പല സ്ഥലങ്ങളും നമ്മുടെ അടുത്ത് കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണല്ലോ, ഒരു സ്ഥലം കാണാൻ പോകണമെന്ന് സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതായിരിക്കും ആ സ്ഥലം? ഞാൻ ഇതേ ചോദ്യം എന്നോട് ഒരു 20 കൊല്ലം മുമ്പ് ചോദിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്ന സ്ഥലമായിരിക്കില്ല ഓരോ വർഷം കഴിയുമ്പോഴും എന്നോട് ചോദിച്ചാൽ പറയുക. കാരണം ഓരോ യാത്രയും കഴിയുമ്പോൾ, സത്യം പറയട്ടെ, അതൊക്കെ നമ്മളെക്കാൾ ഭേദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ യാത്രയും കഴിയുമ്പോൾ എനിക്ക് ഈ നാട് പോലെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ നാടൊന്ന് നമ്മുടെ ആളുകൾ കണ്ടിരുന്നെങ്കിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും പറയും, നമ്മുടെ കേരളത്തിൻ്റെതായ ചില ചിന്താ രീതികൾ അല്ലെങ്കിൽ ചില ഐഡിയോളജികളൊക്കെ ഒരു കാലത്തുണ്ടായിരിക്കുകയും എന്നാൽ ഇന്ന് ലോകത്തെ പിടിച്ചു നിർത്താൻ കരുത്താർജിക്കുകയും ചെയ്ത ഒരു രാജ്യമുണ്ട്, ചൈന. ഞാൻ പറയുന്നു, നമ്മൾ ചൈനയൊന്ന് പോയി കാണണം. നമ്മൾ ഈ പറയുന്ന സംഭവമൊന്നും അല്ല ചൈന. ചൈനയുടെ ഉള്ളിലേക്ക്, ചൈനയുടെ നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നൂതനമായ ആശയങ്ങളും വ്യക്തമായ വിഷനും അതിഗംഭീരമായ സ്വപ്നങ്ങളുമായിട്ട് കുതിക്കുന്നൊരു രാജ്യമാണ്. ഒരു സംശയം വേണ്ട, അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് അമേരിക്കയൊക്കെ ഇവർ മറികടക്കും. കാരണം അമേരിക്കയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കൂടി അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയൊന്ന് കണ്ടിരിക്കേണ്ടത് നല്ലതാണ് നമ്മുടെ മലയാളി പ്രേക്ഷകർ എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിനകത്തല്ലെങ്കിലും ചൈനയിൽ പോയി കണ്ടുകഴിഞ്ഞാൽ നല്ലതായിരിക്കും സാർ പറഞ്ഞത്.